ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL 51 മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി 23 കളികൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് നമ്മളെ കാത്തിരിക്കുന്നത് RCBയും CSKയും തമ്മിലുള്ള ഒരു കിടിലം പോരാട്ടമാണ്. പക്ഷേ നിലവിലെ RCBയുടെ ഫോമും CSKയുടെ ഫോമും പരിഗണിച്ച് നോക്കുമ്പോൾ ഈ ഒരു RCBയോട് CSK എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് വലിയ ചോദ്യം. ഏതായാലും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഓരോ ടീമുകളുടെയും പ്ലേ ഓഫ് സിനാരിയോ ആണ്. അതെ, ഓരോ ടീമുകൾക്കും ഇനി പ്ലേ ഓഫിലേക്ക് എത്താൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ആദ്യം തന്നെ രാജസ്ഥാൻ റോയൽസും SRHും CSKയും ഈ ഒരു ടൂർണമെന്റിൽ നിന്നും പുറത്തായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും ഈ മൂന്ന് ടീമുകളും ഇനി മുഴുവൻ മത്സരങ്ങൾ വിജയിച്ചാൽ കൂടി പ്ലേ ഓഫിലേക്ക് എത്തില്ല എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതെ, രാജസ്ഥാൻ റോയൽസും SRHും CSKയും പുറത്തായിരിക്കുന്നു. KKRലേക്ക് വരുമ്പോൾ ഇനി അവർക്ക് 4 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അതിൽ 4ലും വിജയിച്ചാൽ മാത്രമേ കൊൽക്കത്തയ്ക്കും എന്തെങ്കിലും സാധ്യതകളുള്ളൂ. ലക്നൌവിലേക്ക് വരുമ്പോൾ അവർക്ക് നിലവിൽ 10 പോയിന്റുകളാണുള്ളത്. 4 മത്സരങ്ങൾ ഇനി ബാക്കിയുണ്ട്. അതിൽ 4ലും വിജയിച്ചാൽ മാത്രമേ അവർക്ക് 18 പോയിന്റുകളിലേക്ക് എത്താൻ സാധിക്കുന്നത്. 3 മത്സരങ്ങളാണ് വിജയിക്കുന്നതെങ്കിൽ പ്ലേ ഓഫ് കട്ട് ഓഫ് പോയിന്റ് ആയിട്ടുള്ള 16 പോയിന്റുകളിലേക്ക് LSGക്ക് എത്താൻ സാധിക്കുമെന്ന് പറയാമെങ്കിൽ കൂടി നിലവിൽ മുംബൈ ഇന്ത്യൻസും GTയും RCBയും ഒക്കെ മാരക ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു 16 പോയിന്റുകൾ LSGക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ മതിയാവുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. സോ അവർക്കും 4 മത്സരങ്ങളിൽ 4ലും വിജയിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 3 മത്സരങ്ങളെങ്കിലും വിജയിക്കുക എന്നുള്ളത് LSG സംബന്ധിച്ചിടത്തോളം നിർബന്ധവുമാണ്. പോയിന്റ് ടേബിളിൽ നിലവിൽ 5ാം സ്ഥാനത്താണ് DC ഉള്ളത്. അവർക്ക് ഓൾറെഡി 10 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുകളായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 4 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അതിൽ 4ലും വിജയിച്ചാൽ 20 പോയിന്റുകളിലേക്ക് DCക്ക് എത്താൻ സാധിക്കും. അപ്പോൾ 100% പ്ലേ ഓഫ് ഉറപ്പിക്കാനും കഴിയും. ഇനി 3 മത്സരങ്ങളിലാണ് വിജയിക്കുന്നതെങ്കിൽ കൂടി 18 പോയിന്റുകളിലേക്ക് എത്തിക്കൊണ്ട് ഏതാണ്ട് പ്ലേ ഓഫ് സീൽ ചെയ്യാൻ DCക്ക് സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടൊക്കെ തന്നെ ഇനി ബാക്കിയുള്ള 4 മത്സരങ്ങളിൽ 3 വിജയിക്കുക എന്നുള്ളത് DCക്കും നിർബന്ധമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 16 പോയിന്റുകളിലേക്ക് എത്തിയാൽ തന്നെ ഏതാണ്ട് ഒരു ടീം പ്ലേ ഓഫ് ഉറപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇത്തവണ ടോപ്പ് 4ലേക്ക് എത്താൻ വേണ്ടിയിട്ട് കടുത്ത കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോയിന്റ് ടേബിളിൽ നിലവിൽ 4ാം സ്ഥാനത്തുള്ള പഞ്ചാബ് കിങ്സിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഓൾറെഡി 10 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റുകളായി കഴിഞ്ഞിരിക്കുന്നു. 4 മത്സരങ്ങൾ ഇനി ബാക്കിയുണ്ട്. അതിൽ 3 വിജയിച്ചാൽ തന്നെ അവർക്ക് 19 പോയിന്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാനും കഴിയും. ബാക്കിയുള്ള 4 കളികളിൽ ഇനി 2 മത്സരങ്ങളാണ് പഞ്ചാബ് കിങ്സ് വിജയിക്കുന്നതെങ്കിൽ കൂടി അവർക്ക് 17 പോയിന്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോഴും പ്ലേ ഓഫിലേക്ക് ഏതാണ്ട് അവർക്ക് കയറാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സോ നിലവിലെ സാഹചര്യം വെച്ചുകൊണ്ട് PBKs പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. RCBയിലേക്ക് വരുമ്പോൾ അവർ ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. കാരണം ഇനിയും 4 കളികൾ ബാക്കിയുണ്ട്. ഇപ്പോൾ തന്നെ 14 പോയിന്റുകൾ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള 4 കളികളിൽ 2 വിജയിച്ചാൽ കൂടി അവർക്ക് 18 പോയിന്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും. RCB സംബന്ധിച്ചിടത്തോളം ഇനി പ്ലേ ഓഫിലേക്ക് എത്തുക എന്നുള്ളതല്ല, ടോപ്പ് 2ൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്ലേ ഓഫ് ഏതാണ്ട് അവർ ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെയും കാര്യം ഇതുപോലെ തന്നെയാണ്. ഇന്നലേക്ക് SRHനെ അവർ തകർത്ത് തെരിപ്പണമാക്കുന്ന കാഴ്ചകളാണല്ലോ നമ്മൾ കണ്ടത്. സോ GTയും പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം 10 കളികളിൽ നിന്ന് ഓൾറെഡി അവർക്ക് 14 പോയിന്റുകളുണ്ട്. ഇനി 4 കളികൾ ബാക്കിയുണ്ട്. അതെ, അതിൽ 2 വിജയിച്ചാൽ തന്നെ അവർക്ക് 18 പോയിന്റുകൾ സ്വന്തമാക്കാൻ കഴിയും. മുംബൈ ഇന്ത്യൻസ് ആണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷേ ഗുജറാത്ത് ടൈറ്റൻസിനേക്കാളും RCBയെക്കാളും ഒക്കെ ഒരു മത്സരം കൂടുതൽ MI കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2 ടീമുകളുടെയും അതേ പോയിന്റുകൾ 14 പോയിന്റുകൾ തന്നെയാണ് MIക്കും ഉള്ളത്. സോ ഇനി ബാക്കിയുള്ള 3 മത്സരങ്ങളും മുംബൈക്ക് അതിനിർണായകമാണ്. കാരണം അത് പ്ലേ ഓഫിലേക്ക് എത്താൻ വേണ്ടിയിട്ടില്ല, ടോപ്പ് 2ൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യെസ്, മുംബൈ ഇന്ത്യൻസും പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ടോപ്പ് 2ൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന്റെയും ഗുജറാത്ത് ടൈറ്റൻസിന്റെയും RCBയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മറ്റുള്ള ടീമുകൾക്കും അതിനിർണായകമാണ് ഇനിയുള്ള ഓരോ മത്സരങ്ങളും.